ഹേ ഗൈസ്, സജു ലിജു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഹെൽത്തി ഫുഡോടുകൂടി നമ്മുടെ ഡേ ആരംഭിച്ചു കേട്ടോ. ഒക്കത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേട്ടാ. പിന്നെ ഓരോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ടൗണിലൊക്കെ പോയി വന്നു. പിന്നെ വൈകിട്ടായപ്പോഴത്തേനും ചെറിയ നമ്മൾ എന്താ പറയുക കുറച്ച് പടക്കമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഏട്ടനൊക്കെ തെയ്യായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ കുറച്ച് കമ്പിത്തിരിയും പൂക്കുറ്റിയും നിലച്ചക്രവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു. പിന്നെ വെളിങ്ങനെ വെടിയൊന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ അതൊക്കെ സന്തോഷത്തോടു കൂടി എന്താ പറയണ്ടേ പൊട്ടിച്ച് കത്തിച്ച് ആസ്വദിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ നൈറ്റ് കണിയൊരുക്കാനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ കാസർഗോഡൊക്കെ ഈ അടയൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മളന്ന് ചക്കയപ്പാക്കിയ സമയത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വിഷുവിന് അടയാക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയായപ്പോൾ ഞാൻ അട തയ്യാറാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അടയൊക്കെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്ത് ഒരു 1:45 ആകുമ്പോഴത്തേനും കണിക്ക് മുതിർത്തു. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഈ വയസ്സിലിടയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റക്ക് ഞാൻ കണി ഒരുക്കിയത്. അപ്പോൾ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത തവണ റെഡിയാക്കാമല്ലോ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് പറയുന്നില്ല. കണി കാണും നേരം കമലനേത്രൻ്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. അപ്പം ഞാൻ കണിക്ക് മുതിർത്തൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ ആകുന്നതിന് മുമ്പ് ഏട്ടൻ തെയ്യം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏട്ടനും അമ്മയൊക്കെ കണിയൊക്കെ കണ്ട് അവരവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കണ്ണോത്തമ്പലത്തിലേക്ക് പോയി കേട്ടാ. അമ്പലത്തിലെല്ലാം തിരക്കുണ്ടോ മക്കളെ? തിരക്കൊന്നുമില്ല. ഹാപ്പി വിഷു. നമ്മുടെ കസിൻസൊക്കെ മടങ്ങി കേട്ടോ അമ്പലത്തിൽ നിന്ന്. നമ്മൾ കുട്ടികളൊക്കെ കൊണ്ട് ഇറങ്ങിയതുകൊണ്ട് ഇത്തിരി ലേറ്റായി. ഏതൂട്ടനും ഇതിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ വെച്ച്. അപ്പോൾ ഈ വെളുത്ത പൂവിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവിടെ നിന്ന്. കാരണം നമ്മുടെ കാര്യസാധ്യത്തിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഈ വെളുത്ത പൂ കിട്ടിക്കഴിഞ്ഞാൽ നടക്കുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഏതായാലും ചമഞ്ഞൊരുങ്ങി വന്നതല്ലേ, ഇത്തിരി ഫോട്ടോയും വീഡിയോ എന്നൊക്കെ പറഞ്ഞ പോലെ പിന്നെ ഞങ്ങൾ ഫോട്ടോ സെഷനൊക്കെ ആയി മാറി. വിഷു കിളി കണി പൂ കൊണ്ടുവാ മലർക്കുടന്നയിൽ പൂന്നുള്ളാൻ വാ. അങ്ങനെ ഞാനും ഒന്ന് ചെറുതായിട്ടൊരു പാട്ടൊക്കെ പാടി ഒന്ന് അഭിനയിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോസൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ആലോചിച്ച് ഇപ്പം നിങ്ങൾ തല ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ നിന്ന് മടങ്ങി കേട്ടോ. അപ്പോൾ ഈ കുന്ന് നമ്മൾ തിരിച്ച് കയറണം, അതായത് ഈ സ്റ്റെപ്പുകൾ ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങി. അപ്പോഴത്തേനുമാണ് ആ മാവ് നിറച്ചും മാങ്ങ പൂത്ത് കിടക്കുന്നത് കണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങനെയല്ലോ നടന്ന് വീട്ടിലേക്ക്. പിന്നെ നമ്മുടെ അപ്പന്മാരുടെ ഒക്കെ വീടുണ്ട്, ഇവിടെ കുറേ വീടുണ്ട്. അവിടുന്ന് നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തേട്ടാ. അതിനുശേഷം ഓരോ വീട്ടിൽ നമ്മൾ പോയി കണിയൊക്കെ കണ്ടു. അവിടുന്ന് കൈനീട്ടൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയല്ലേ, ഉച്ചക്ക് ഈ വർഷത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ എല്ലാവരും ഒന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് വേഗം ഒരു തട്ടിക്കൂട്ട് പരിപാടി ഒരു നല്ലൊരു മന്തിയാക്കി. സൂപ്പർ സൂപ്പർ സൂപ്പർ. രാവിലെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെയെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. പക്ഷേ എങ്കിലും ഒരു ഇത്തിരി വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇങ്ങനെ കടിച്ച് പറിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം സൂപ്പർ, നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ അത് ഞാൻ തിന്നുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ഏച്ചിയും ഏട്ടനൊക്കെ വന്നു കേട്ടോ. അവർ ഫുഡ് കഴിച്ച് ഇറങ്ങിയോണ്ട് ഞാൻ നല്ലൊരു മാംഗോ ഷേക്ക് അടിച്ചു കൊടുത്തു. അതിൻ്റെ വീഡിയോ ഇതിൽ ചേർക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞ് ഏച്ചിയും ഏട്ടനും അങ്ങ് പോയി. കിച്ചു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര നാണമാണ്. അപ്പോൾ ആ നാണമൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഈ വർഷത്തെ വിഷു ആഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ബൈ.